അപ്പൊ നമ്മള് പാർട്സ് ഓഫ് സ്പീച്ച് ഏതൊക്കെയാണ്, ഇതിനകത്ത് ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രധാനമായും നമ്മൾ നേരത്തെ പറഞ്ഞു കിട്ടോ, പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് പ്രധാനമായും നമുക്ക് എത്ര എണ്ണം ഉണ്ടെന്നാ പറഞ്ഞേ? എത്ര? 9 എണ്ണം. ഈ 9 എണ്ണം എന്താണെന്നുള്ളതിനെ കുറിച്ചൊരു ഐഡിയ നമുക്ക് വേണം. ആദ്യത്തേത് നൗൺ ആണ്, സെക്കൻഡ് വൺ പ്രൊനൗൺ ആണ്, ആൻഡ് തേർഡ് വൺ അഡ്ജക്റ്റീവ് അല്ലെ, അഡ്ജക്റ്റീവ് ആണ്. നാലാമത്തേത് നമുക്കറിയാം വേർബ് ആണ്. 5 ഏതാണ്? adverb ആണ്. and the next one is preposition and the next one is preposition കഴിഞ്ഞാൽ ഏതാ? conjunction. conjunction എന്നാണ് പറയുന്നത്. then 8th one is interjection and the last one is article അല്ലേ? അവസാനത്തേത് ആർട്ടിക്കിൾ ആണ്. ഈ സാധനം അറിഞ്ഞെങ്കിലാണ് നമുക്ക് എക്സാമിനകത്ത് ഈ നൗൺ ഫ്രേസും വേർബ് ഫ്രേസും ഒക്കെ ചോദിക്കൂലേ. നൗൺ ഫ്രേസും വേർബ് ഫ്രേസും ചോദിക്കുമ്പോഴാണ് ആക്ച്വലി നമുക്ക് ഈ സംഗതി കിട്ടേണ്ടത്. അതായത് ഒരു സെന്റൻസ് തന്നിട്ട് അവിടെ ഏതൊക്കെ പാർട്സ് ആണെന്നുള്ളത് നമ്മളോട് ചോദിക്കും. ആ സമയത്താണ് നമുക്ക് കിട്ടേണ്ടത്. ഇതെന്താന്നുള്ളത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമ്മളിവിടെ പറയുകയാണ്. പഠിക്കൽ നിർബന്ധമാണ് കേട്ടോ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ ക്ലാസ്സിൽ പറയേണ്ടതാണ്, പക്ഷേ ഇതൊക്കെ അറിയുന്നൊരു കുട്ടിക്ക് പ്രോപ്പറായിട്ട് കിട്ടുള്ളൂ. ഓക്കെ, സോ ഇവിടെ ആദ്യം എന്താണ് നൗൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി കൻ സേ ദാറ്റ് നെയിമിംഗ് വേർഡ്സിനെയാണ് നമ്മൾ നൗൺ എന്ന് പറയാം. നമ്മുടെ ചിന്തിക്കാൻ പറ്റുന്ന ഏതൊരു സാധനത്തിന്റെയും പേരാണ് നൗണ്. ഓക്കെ, എന്തിന്റെയും പേര്. ഇപ്പോ ഞാൻ രാജു എന്ന് എഴുതാണ്, ഒരു കുട്ടിയുടെ പേരാണ്, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെ പേര്, ദിസ് ദാറ്റ്, അതല്ലെങ്കിൽ ഇൻസ്പയർ, എന്തും, അതല്ലെങ്കിൽ ലവ്, ആംഗ്രി, ഹംഗ്രി, എന്തും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഏതൊരു സാധനത്തിന്റെയും പേരാണ് നൗണ്. നാമം എന്നാണ് മലയാളം. ശ്രദ്ധിക്കണം കേട്ടോ, ഇതാണ് സംഗതി നൗണ്. ആൻഡ് ഹിയർ ദ സെക്കൻഡ് വൺ ഈസ് പ്രൊനൗൺ. പ്രൊനൗൺ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ വേർഡ് ദാറ്റ് റീപ്ലേസസ് എ നൗൺ. അതായത് നൗണിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് എന്തെന്ന് പറയാ? പ്രൊനൗൺ എന്ന് പറയാ. അതായത് ഒരു വാക്ക് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക്. ഫോർ എക്സാമ്പിൾ, നമ്മൾ പ്രൊഫൈലൊക്കെ എഴുതുമ്പോൾ ഇപ്പോൾ കലാമിനെ കുറിച്ച് പറയുകയാണ്. കലാമിന്റെ പ്രൊഫൈൽ എഴുതുമ്പോൾ കലാം വാസ് ബോൺ ഇൻ രാമേശ്വരം, കലാം വാസ് എ സയന്റിസ്റ്റ്, കലാം വാസ് എ മിസൈൽ മാൻ, അങ്ങനെ പറയുന്നതിന് പകരം നമുക്ക് ഹി യൂസ് ചെയ്തൂടെ, ഹിസ് എന്ന് പറഞ്ഞൂടെ. അതുപോലെ പെണ്ണാണെങ്കിൽ ഷീ എന്ന് പറഞ്ഞൂടെ, ഹെർ എന്ന് പറഞ്ഞൂടെ, വി, ദേ. ഈ സാധനങ്ങളൊക്കെ എന്താണ്? പ്രൊനൗൺ ആണ്. നൗണിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് പ്രൊനൗൺ എന്ന് പറയാ. ഐ, അതുപോലെ നമ്മൾ ഹി, ഹിസ്, ഷീ, ഹെർ, ഈ സാധനങ്ങളൊക്കെ അതിനകത്ത് പെടും കേട്ടോ. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് അഡ്ജക്റ്റീവ് ആണ്. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി വെക്കുക, എ വേർഡ് ദാറ്റ് ക്വാളിഫൈസ് എ നൗൺ. നൗണിനെ ക്വാളിഫൈ ചെയ്യുന്ന വാക്കുകളെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഐ മീൻ അഡ്ജക്റ്റീവ് എന്ന് പറയാ. നൗണിനെ ക്വാളിഫൈ ചെയ്യുന്ന വാക്ക്. ഫോർ എക്സാമ്പിൾ, ഞാനിവിടെ എന്ത് എഴുതാണ്? ഇവിടെ ഞാൻ ഇങ്ങനെ എഴുതാന്ന് കരുതിക്കോ, ഓൾഡ് ബുക്ക് എന്ന് എഴുതാണ്. അതായത് ഈ വാക്യത്തിനകത്ത് ഈ ബുക്കിനെ ക്വാളിഫൈ ചെയ്യുന്ന വാക്കാണ് ഓൾഡ്. ഏത് ബുക്ക്? പഴയ ബുക്ക്. അപ്പൊ ഇവിടെ ഈ ഓൾഡ് എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് ആണ്. ഓക്കെ, അപ്പൊ ഇതല്ലെങ്കിൽ ഞാൻ മൈ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് എഴുതാണ്. ഫ്രണ്ടിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വാക്കാണ് ഏത്? ഇവിടെ ബെസ്റ്റ്. ഏത് ഫ്രണ്ട്? എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഓക്കെ, അപ്പോ ഈ രൂപേനെ ഒരു വാക്ക്, ഇതല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ എഴുതാണ്, ബോയ് എന്ന് എഴുതാം, പാവപ്പെട്ട ആൺകുട്ടി. ഇവിടെ ഈ ആൺകുട്ടീനെ വിശേഷിപ്പിക്കുന്ന വാക്കാണ് ഏത്? ഓ എന്ന് പറയുന്നത്. ഇതല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ എഴുതാണ്, ബ്യൂട്ടിഫുൾ വില്ലേജ് എന്ന് എഴുതാണ്. ബ്യൂട്ടിഫുൾ വില്ലേജ് എന്ന് ഞാൻ എഴുതുന്ന സമയത്ത് ഈ വില്ലേജിനെ ക്വാളിഫൈ ചെയ്യുന്ന വാക്കാണ് ബ്യൂട്ടിഫുൾ. ഇങ്ങനെ നൗണിനെ ക്വാളിഫൈ ചെയ്യുന്ന വാക്യത്തെയാണ് നമ്മൾ എന്തെന്ന് പറയാ? അഡ്ജക്റ്റീവ് എന്ന് പറയാ. ആൻഡ് ഹിയർ ദി നെക്സ്റ്റ് വൺ ഈസ് വേർബ്. വേർബ് പിന്നെ സംശയമൊന്നുമില്ലല്ലോ. എന്താ വേർബ്? എ വേർഡ് ദാറ്റ് ഡിനോട്ട്സ് ആൻ ആക്ഷൻ. അതായത് ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന വാക്കിനെയാണ് വേർബ് എന്ന് പറയാം. അല്ലേ? പ്രധാനപ്പെട്ട നമുക്ക് ഇഷ്ടമുള്ള വേർബാണ് ഇത്. അല്ലേ? ആദ്യം തിന്നുക, കുടിക്കുക, ഉറങ്ങുക, അല്ലേ? ഒക്കെ ക്രിയല്ലേ? ഈറ്റ്, ഡ്രിങ്ക്, സ്ലീപ്, ജമ്പ്, വാക്ക്, റീഡ്, റൈറ്റ് ഒക്കെ ക്രിയകളാണ്. ഇനി അഡ്വർബ് മനസ്സിലാക്കി വെക്കുക. ഈ അഡ്ജക്റ്റീവ്
നൗണിനെ ക്വാളിഫൈ ചെയ്യുന്ന വാക്കാണ് അഡ്ജക്റ്റീവ് എങ്കിൽ adverb എന്ന് പറഞ്ഞാൽ a word that qualifies a noun. A word that qualifies a noun. മക്കൾ ശ്രദ്ധിക്കണം, സോറി noun അല്ല verb ആണ്. ഞാനിത് കഴിഞ്ഞാൽ ചോദിക്കും കേട്ടോ, ഇവിടെ ശ്രദ്ധിച്ചാലേ കിട്ടുള്ളൂ. ഇത് കഴിഞ്ഞാൽ ഞാൻ ചോദിക്കും, ആ സമയത്ത് എനിക്കിത് പറഞ്ഞു തരണം. അപ്പോ വേർബിനെ ക്വാളിഫൈ ചെയ്യുന്ന വാക്കിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, അഡ്വേർബ് എന്ന് പറയാ. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഉദാഹരണം തരാം, നോക്കൂ. ഞാൻ ഹി വാക്സ് സ്ലോലി എന്ന് ഞാൻ എഴുതാണ്. അവൻ പതിയെ നടക്കുന്നു. ഇവിടെ വാക്ക് എന്നുള്ള വേർബിനെ ക്വാളിഫൈ ചെയ്യുന്ന വാക്കാണ് സ്ലോലി. എങ്ങനെ നടക്കുന്നത്? സ്ലോലി, പതുക്കെയാണ്. അപ്പൊ ഇതല്ലെങ്കിൽ ഹി റൈറ്റ്സ് നീറ്റ്ലി, അവൻ നീറ്റായിട്ട് എഴുതുന്നു എന്ന് പറയാ. ഈ റൈറ്റ് എന്ന വേർബിനെ ക്വാളിഫൈ ചെയ്യുന്ന വാക്കാണ് ഇത് നീറ്റ്ലി, അതായത് നീറ്റായിട്ട് എഴുതുന്നു. ഓക്കെ, ഇനിയിപ്പോ അതല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും, ഒരു പെൺകുട്ടി ഡാൻസ് കളിക്കുന്നുണ്ട്, അവളുടെ ഡാൻസ് കണ്ടു, ഓ മൈ ഗോഡ് ഷീ ഡാൻസസ് ഗ്രേസ്ഫുള്ളി. ഷീ ഡാൻസസ് ഗ്രേസ്ഫുള്ളി എന്ന് പറയാ. ഡാൻസസ് ഗ്രേസ്ഫുള്ളി. ഇവിടെ ഈ ഗ്രേസ്ഫുള്ളി എന്ന് പറയുന്നത് എന്തിനു? ഇതാ, ഇത് അഡ്വേർബാണ്. ഈ ഡാൻസിനെ ക്വാളിഫൈ ചെയ്യുന്ന വാക്കാണ്. ഇങ്ങനെ വേർബിനെ ക്വാളിഫൈ ചെയ്യുന്ന വാക്കിനെ അഡ്വേർബ് എന്നും നൗണിനെ ക്വാളിഫൈ ചെയ്യുന്ന വാക്കിനെ അഡ്ജക്റ്റീവ് എന്നും പറയും. പിന്നെ ഇവിടെ പ്രപ്പോസിഷൻ അല്ലേ, ഇത് സുഖാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിനോട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേർഡ്സ് ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിനോട്ട് ദ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ റിലേഷൻ ബിറ്റ്വീൻ വേർഡ്സ്. വാക്കുകൾ തമ്മിലുള്ള ബന്ധത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ആക്കുന്നത്? പ്രപ്പോസിഷൻ യൂസ് ആക്കുന്നത്. പ്രധാനപ്പെട്ട പ്രപ്പോസിഷൻസ് ആണ് ഏത്? ഓൺ, ഇൻ, അറ്റ്, ബൈ, ഓഫ്, അങ്ങനെ കുറെ എണ്ണല്ലേ. ആ സാധനത്തെയാണ് നമ്മൾ പ്രപ്പോസിഷൻ എന്ന് പറയാ. സോ ദിസ് ഇസ് പ്രപ്പോസിഷൻ. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് കൺജങ്ഷൻ. എന്തിനാ നമ്മൾ ജംഗ്ഷൻ യൂസ് ചെയ്യുന്നത്? ജംഗ്ഷന്റെ യൂസ് എന്താ? കണക്ട് ചെയ്യല്ലേ, റോഡുകളെ കണക്ട് ചെയ്യുന്നതല്ലേ ജംഗ്ഷൻ. സോ അതുപോലെ വാക്കുകളെ കണക്ട് ചെയ്യുന്ന വാക്കുകളെയാണ് നമ്മൾ കൺജങ്ഷൻ എന്ന് പറയാ. കണക്റ്റീവ്സ് എന്നും ഇതിനെ നമ്മൾ വിളിക്കാറുണ്ട് കേട്ടോ. കണക്റ്റീവ്സ്, ഇറ്റ് കണക്ട്സ് വേർഡ്സ്. പ്രധാനപ്പെട്ട കണക്റ്റീവ്സ് എന്ന് പറയുന്നത് ആൻഡ്, ദിസ്, ഇത് അല്ലെങ്കിൽ അത് എന്ന് പറയാൻ, ഓർ, അതല്ലെങ്കിൽ നോട്ട് ഓൺലി ബട്ട് ഓൾസോ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യൂലേ. എയ്തർ ഓർ, നീദർ നോർ, ഇതൊക്കെ കൺജങ്ഷൻ ഉദാഹരണം. ഈ ഒറ്റ ഈ രണ്ടെണ്ണം കൂടെ ഉള്ളൂ. ഇന്റർജെക്ഷൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഡിനോട്ട്സ് our strong emotions and feelings ആണ്. നമ്മളുടെ സ്ട്രോങ് ഇമോഷൻസിനെ കാണിക്കുന്ന, ഫീലിങ്സിനെ കാണിക്കുന്ന വാക്കുകളെയാണ് എന്തെന്ന് പറയാ, ഇന്റർജെക്ഷൻ എന്ന് വിളിക്കുക. ഫോർ എക്സാമ്പിൾ, ഒരു സെന്റൻസിനകത്ത് ഓ മൈ ഗോഡ് എന്ന് വരികയാണ്, വാവ് എന്ന് വരികയാണ്, ബ്രാവോ എന്ന് വരികയാണ്. ഇങ്ങനെയുള്ള സ്ട്രോങ് ഇമോഷനെ കാണിക്കുന്ന വാക്കുകൾ വന്നാൽ അതാണ് ഇന്റർജെക്ഷൻ. ഓക്കെ, ആൻഡ് ഹിയർ ദ ലാസ്റ്റ് വൺ ഈസ് ആർട്ടിക്കിൾ. ആർട്ടിക്കിൾ ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ യൂസ് ഓഫ് എ, ആൻഡ്, ദ. ഈ മൂന്നെണ്ണത്തിന്റെ ഉപയോഗത്തെയാണ് നമ്മൾ ഈ ആർട്ടിക്കിൾ എന്ന് പറയാ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ പാർട്സ് ഓഫ് സ്പീച്ചിനകത്ത് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. ഇത് പഠിച്ചിട്ടുണ്ടാവുന്നതാണ്, മനസ്സിലായിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഇതറിഞ്ഞെങ്കിൽ നമുക്ക് ഒരു സെന്റൻസ് തന്നിട്ട് ഇങ്ങനെ എക്സാമിന് ചോദ്യം വരാം, റീഡ് ദ ഫ്ലോയിങ് സെന്റൻസസ് ആൻഡ് ഐഡന്റിഫൈ ദ കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് ദ സെന്റൻസ് എന്ന് ചോദിക്കും. സെന്റൻസിന്റെ ഭാഗങ്ങൾ ഏതൊക്കെയാന്ന് ചോദിക്കും. ഇപ്പൊ നിങ്ങൾക്ക് പറയാൻ പറ്റും എന്ത്, ഞാനിവിടെ ഐ ആം എ ഡോക്ടർ എന്ന് എഴുതുമ്പോ ഈ ഐ എന്ന് പറയുന്നത് എന്താ? ഇവിടെ ഒരു സബ്ജക്റ്റ് ആണ് അല്ലേ. ആം എന്ന് പറയുന്നത് എന്താ? ഓക്സിലറി വേർബ് എന്നുള്ളത് അറിയൂലേ. എ എന്ന് പറയുന്നതിൽ ഏതാ? ആർട്ടിക്കിൾ അല്ലേ. ഡോക്ടർ എന്ന് പറയുന്നത് ഒരു നൗൺ ആണ്. ഒരു സെന്റൻസിലെ ഓരോ വാക്കുകളും എന്താണ് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പിന്നെ ചെയ്യാം.